ഇത് കണ്ട എന്താ ഒക്കെ മുട്ടിന് മേലേക്ക് തുടക്കതാ തുടക്കപ്പോ ഈ ഒരു ലെങ്ത് വരുന്നുണ്ട്. 2 കിലോയുടെ മേപ്പോട്ട് 2.5 കിലോ സൈസ് വരുന്ന വരാലുകളാണ് ഇതൊക്കെ. ഏകദേശം ഒരു 35-40 സെന്റോളം സ്ഥലത്ത് വരുന്ന ഒരു താമര കൊണ്ട് വറ്റിച്ച് മീൻ പിടിക്കുന്ന ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടുന്ന ഓരോ വരാലിൻ്റെ ഒക്കെ സൈസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല ഹെവി സൈസ് വരാലുകളാണ് ഈ ഒരു താമര കുണ്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു താമര കൊണ്ട് വറ്റിച്ച് മീൻ പിടിക്കുന്ന ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ വറ്റിച്ച് പിടിക്കാൻ പോകുന്ന താമരക്കുണ്ട്. അപ്പോൾ ഇത് വരുന്നത് നമ്മളെ തിരുനാവായ ചൂണ്ടിക്കലിൻ്റെ ഒക്കെ ഇടയിലായിട്ട് വരും. അപ്പോൾ ഈ ഒരു കുഴിയിൽ എഞ്ചിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇന്നലെ ഇവർ എഞ്ചിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ തൊട്ട് വെള്ളം അടിച്ച് വാർക്കൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ആയപ്പോഴേക്ക് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വെച്ചത് ഇന്ന് പിടിക്കുക എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇവർ പിടിക്കാനായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം അടിച്ചു വിടുന്നത് ഇതിന് തൊട്ടപ്പുറത്തുള്ള ഈ ഒരു കുഴിയിലോട്ട് തന്നെയാണ്. അപ്പോൾ ഇതിലൊരു 3-4 ദിവസം മുമ്പ് ഈ ഒരു കുഴിയിൽ നമ്മൾ കുഴി വെറ്റിച്ച് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം 2.5 കിൻഡിലോളം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ടീമാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു കുഴിയിൽ നിന്ന് എത്രത്തോളം മീൻ കിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇതിൽ നിന്ന് പിടിക്കുന്ന മീനുകളൊക്കെ കൊണ്ടുപോയി ആക്കാനായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് അവിടെ ഒരു താർപ്പായ സെറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു മരത്തിൻ്റെ ചോട്ടിലായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി അതിലോട്ടാവും മീനൊക്കെ കൊണ്ടുപോയി ഇടുക. അപ്പോൾ ഈ ഒരു വെള്ളം അടിച്ചു വിടുന്നത് ഈ ഒരു കുഴിയിൽ നിന്ന് അപ്പുറത്തുനിന്നും അതുപോലെ ഇവിടെ നിന്ന് അപ്പുറത്തേക്കൊക്കെ ആയിട്ട് തന്നെയാണ് വെള്ളം പുറത്തോട്ടൊന്നല്ല വിടുന്നത്. അപ്പുറത്തെ കുഴിയിൽ നിന്ന് ഇപ്പുറത്തെ കുഴിയിൽ നിന്ന് അപ്പുറത്തേക്കൊക്കെ ആയിട്ട് തന്നെയാണ് ഇവർ വെള്ളം അടിച്ച് വാർക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഴി തൊട്ടപ്പുറത്ത് നമ്മൾ പിടിച്ചതെന്ന് പറഞ്ഞാൽ കുഴിയുടെ അത്ര ഒന്നും താഴ്ചയല്ല. അപ്പോൾ ഇതൊരു പരന്ന് കിടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത്, ഈ കുഴിയുടെ സെൻറ്റർ ഭാഗത്തൊക്കെ ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു 4 കോർണറിലായിട്ട് ഇതൊരു ചതുരത്തിലുള്ളൊരു കുഴിയാണ്. അപ്പോൾ അതിൻ്റെ 4 മൂലയിലായിട്ട് വെള്ളം ഒതുങ്ങിയിട്ടുണ്ട്. സെൻറ്റർ ഭാഗം കുറച്ച് ഉയർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 4 സൈഡിലായിട്ട് ചെറിയ ചെറിയ തടങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു തടത്തിലോട്ടായിട്ട് മീനുകളും അതുപോലെ വെള്ളമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഭാഗത്തൊക്കെ ചെറിയ തോതിൽ വെള്ളമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു ചാല് രൂപത്തിൽ കീറി കൊടുത്തിട്ടുണ്ട്. വെള്ളം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരാനായിട്ട് ചുറ്റുഭാഗം 4 സൈഡിലും ചാല് കീറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിൽ നിന്ന് ഇവർക്ക് താമരയുടെ ഇലയൊക്കെ ഈ തടത്തിലുള്ള ഈ 4 ഭാഗത്തുള്ള ആ ഒരു തടത്തിലുള്ള താമരയുടെ ഇലയൊക്കെ വെട്ടിയിട്ട് വേണം അവിടെ നിന്നുള്ള മീനുകളും കാര്യങ്ങളൊക്കെ തപ്പി പിടിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കുഴിയിൽ നിന്ന് മീൻ പിടിക്കുന്നത് നമ്മൾ അബുവാക്കി അതുപോലെ സിദ്ദിയാക്കിയും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ സിദ്ദിയാക്കിയും സിദ്ദിയാക്കാൻ്റെ പിള്ളേരുമാണ് മെയിനായിട്ട് മീൻ പിടിക്കുന്നത് ഈ ഒരു കുഴിയിൽ ഇറങ്ങിയിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും ഇതേ മീൻ പിടിക്കാനായിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവരെ മീൻ പിടുത്തവും മറ്റു പരിപാടികളൊക്കെ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളെല്ലാ സുഹൃത്തുക്കളും ആ ഒരു സെൻറ്റർ ഭാഗത്തുള്ള വെള്ളം വറ്റിയിട്ടുള്ള ആ ഒരു ഭാഗത്തുള്ള താമരയുടെ ഇലയൊക്കെ വെട്ടി മാറ്റി ആ ഒരു താമരയുടെ ഇലയൊക്കെ മാറ്റി അതിൻ്റെ അടിയിൽ മീനുകളൊക്കെ ഉണ്ടോ എന്ന് തപ്പി മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ വേസ്റ്റ് ബ്ലോക്ക് ഫസ്റ്റ് തന്നെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ മീൻ ആ ഒരു കുടത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ഇത് തപ്പി പോകുമ്പോൾ മീൻ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ കിട്ടുന്ന മീനുകളൊക്കെ ആ ഒരു കുടത്തിലോട്ടൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ ലെവലിൽ മുന്നോട്ട് പോവുകയാണ്. ഈ വരാല് പോലുള്ള മീനുകൾ ഇതേപോലെ വെള്ളമില്ല, ചെറിയൊരു വെള്ളം ഉണ്ടായാൽ മതി, അവർ ആ ഒരു ഭാഗത്തോട്ട് കയറി കിടക്കും. അപ്പോൾ താമര കൂടി ആയതുകൊണ്ട് ആ ഒരു താമരൻ്റെ ഇലയുടെ അടിയിലൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റി പോകുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സിദ്ദിയാക്ക് അവിടെ ഒരു മീൻ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആ ഒരു കൈവലയിലോട്ട് അതിനെ തട്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മീഡിയം സൈസ് വരാലാണ് തോന്നുന്നു. അപ്പോൾ ആ ഒരു വലയിൽ നിന്ന് അതിനെ എടുത്ത് ആ ഒരു കുടത്തിലോട്ട് ഇത് ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് തപ്പിയപ്പോൾ തന്നെ കിട്ടിയിട്ടുള്ള വരാലുകൾ ഇത് ആ ഒരു കുടത്തിലാക്കി നമ്മളെ സിദ്ദിയാക്ക കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുടത്തിലുള്ള വരാലുകൾ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ കുറച്ച് വരാലുകൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തപ്പിയപ്പോൾ കിട്ടിയതാണിത്. അപ്പോൾ സിദ്ദിയാക്കത് അപ്പുറത്തൊരു വരാലെന്തോ കണ്ട് പെട്ടെന്ന് ഇറങ്ങി അതിനെ കോരി വലയിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വരാലിന് ഇത് കൊണ്ടുവരുന്നുണ്ട്. നാടനാ കണ്ണ നാടനല്ലത് നാടൻ.
അപ്പോൾ കിട്ടുന്ന മീനൊക്കെ നമ്മളെ സിദ്ദിയാക്കതെ അബുവക്കാക്ക് കൈമാറുന്നുണ്ട്. അപ്പോൾ അബുവക്ക ഈ ഒരു ബക്കറ്റിൽ കുറച്ചാകുമ്പോൾ അവിടെ കൊണ്ടുപോയി കൊട്ടുക ഒരു താർപ്പായിലോട്ട്. അപ്പോൾ മറ്റുള്ളവരൊക്കെ അതെ ആ ഒരു പുല്ലും ചെണ്ടയൊക്കെ വെട്ടുകയാണ്. അപ്പോൾ നമ്മളെ ഉമ്മറിന് അതെ ഉമ്മർ ബ്രോക്ക് ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു കിട്ടിയ മീൻ ആ ഒരു കുടത്തിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ കുടങ്ങളുണ്ട്. അപ്പോൾ കിട്ടുന്ന മീനൊക്കെ ആ ഒരു കുടത്തിലോട്ടായിട്ടാണ് ഇടുന്നത്. ഗൈസ് നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് നല്ല വെയിലുമാണ്, സൂര്യനത്. മീൻപിടുത്തം കാണാനൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ ഇതിവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മീൻപിടുത്തം കാണാനും അതുപോലെ ഒരു ചാൻസ് കിട്ടിയ മീൻ പിടിക്കാൻ ഇറങ്ങാനൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ സുഹൃത്തുക്കളും നല്ല രീതിയിൽ തപ്പുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ഉമ്മറിൻ്റെ അവിടെ ഒരു മീനെന്തോ തടഞ്ഞിട്ടുണ്ട് കയ്യിൽ തോന്നുന്നു. ഉമ്മറതിനത് തപ്പുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ നമ്മളെ ശ്രീധരേട്ടൻ നമ്മളെ സിദ്ദിയാക്കാനെ വിളിക്കുന്നുണ്ട്. അവിടെ എന്തോ ആ ഒരു താമരയുടെ ഇലയൊക്കെ മാറ്റുമ്പോൾ എന്തോ അവിടെ കണ്ടു വിളിക്കുകയാണ്. സിദ്ദിയാക്ക വലയെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് ഉമ്മറിൻ്റെ അടുത്തു നിന്നൊരു മീൻ ഇതപ്പോൾ മിസ്സായിട്ടുണ്ട്. ഉമ്മറ നോക്കിയെന്ന ആ ഒരു മീൻ. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ തപ്പുന്നുണ്ട്. അപ്പോൾ നോക്ക് കിട്ടില്ലെന്ന്. പക്ഷെ അത് മിസ്സായാലും നമ്മളെ ശ്രീധരേട്ടൻ കാണിച്ച ആ ഒരു മീനെ നമ്മളെ സിദ്ദിയാക്ക ആ ഒരു കോരിവല കൊണ്ട് തൂക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു സൈസുള്ളൊരു വരാലാട്ടാ, നല്ല ഹെവി സാധനമാണ്. അപ്പോൾ അതായത് സിദ്ദിയാക്ക ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കരക്കിലോട്ട്. നല്ല അടിപൊളി വരാലാട്ടാ. രണ്ടുണ്ടാവും ഇത്. നല്ല അടിപൊളി സൈസ് വരാല്. എത്ര കിലോ ഉണ്ടാവുന്ന ഏകദേശം? 2 കിലോ. നാടനാലേ? നല്ല സൈസുള്ളൊരു വരാലിട്ടാ. അപ്പോൾ അത് വീണ്ടും നമ്മളെ സിദ്ദിയാക്ക വല എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കാണുന്ന സിലോപ്പികൾ, അതായത് ഇപ്പോൾ സിദ്ദിയാക്ക നിൽക്കുന്ന ഒരു തടാണ്. ആ ഒരു തടത്തിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ ഒരു താമരയുടെ ഇലയുടെ ഇടയിലൊക്കെ കാണുന്ന സിലോപ്പികളെ ഇങ്ങനെ കാണുന്ന മീൻ അപ്പോൾ കോരി എടുക്കുന്നുണ്ട് ആ ഒരു വലയിലോട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ ഇതേ ഇവിടെയുള്ള താമരയുടെ ഇലയും ചണ്ടിയൊക്കെ വെട്ടി മാറ്റുന്നുണ്ട്. അതായത് ഇതൊരു തടാണ്. അതുപോലെ ഇപ്പോൾ സിദ്ദിയാക്ക നിൽക്കുന്ന ആ ഒരു ഭാഗം ഒരു തടാണ്. അപ്പോൾ വീണ്ടും ഒരു സിലോപ്പിയെ ആ ഒരു ഭാഗത്തുനിന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തടങ്ങളിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു താമരയുടെ ഇലയും കാര്യങ്ങളൊക്കെ വെട്ടി മാറ്റും എങ്കിലേ അവർക്ക് നല്ല രീതിയിൽ മീൻ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം വറ്റാണ്ട്. അപ്പോൾ അവർ കിട്ടിയ മീനുകൊണ്ട് ഇത് സിദ്ദിയാക്ക വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന വഴിയിൽ വീണ്ടും ഒരു സിലോപ്പി എന്തോ കണ്ടത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൈസുള്ള സിലോപ്പികളാണ് കേട്ടോ കിട്ടുന്നത്. നല്ല അടിപൊളി സിലോപ്പികളാണ്. അപ്പോൾ അവർ കിട്ടിയ മീനത് ആ ഒരു സിലോപ്പികളൊക്കെ ഈ ഒരു യെല്ലോ ബോക്സിലോട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് എടുത്ത് ഓരോ സിലോപ്പികളുടെ സൈസ് കാണാം. അപ്പോൾ ഒരു 1/2 കിലോ അല്ലെങ്കിൽ 3/4 കിലോ 1 kg ഒക്കെ പ്ലസ് സൈസ് വരുന്ന സിലോപ്പികളാണ്. അപ്പോൾ അത് എല്ലാറ്റിനും എടുത്ത് ആ ഒരു യെല്ലോ ബോക്സിലോട്ട് ഇട്ടിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മീൻ പിടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ഉമ്മറിനെ അവിടെ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. ആ ഒരു കോരി വലയിലോട്ട് അത് കോരി എടുത്തിട്ടുണ്ട്. ഒരു സൈസുള്ള നല്ലൊരു അടിപൊളി ഒരു വരാലാട്ടോ കിട്ടിയിട്ടുള്ളത്. അതുപോലെ അത് കിട്ടുന്ന സിലോപ്പികളൊക്കെ ഒരു സൈസ് കാണാം. അപ്പോൾ കിട്ടിയ സിലോപ്പി അത് കൊണ്ടുപോയി ഒരു ഡ്രമ്മിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ മീനൊക്കെ തപ്പുന്നുണ്ട്. അതുപോലെ ആ ഒരു താമരയുടെ എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റി അതിൻ്റെ ഇടയിൽ മീനുകളൊക്കെ ഉണ്ടോ എന്ന് നല്ല രീതിയിൽ എല്ലാവരും തപ്പിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു തടമാണ്. അപ്പോൾ ഈ ഒരു തടം കഴിഞ്ഞ് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു തടമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് പോകും. അങ്ങനെ 4 തടങ്ങളാണ് ഇതിലുള്ളത്. അപ്പം ഈ ഒരു സൈഡിലുള്ള 2 അതുപോലെ അപ്പുറത്തെ സൈഡിൽ 2 ഉണ്ട്. അപ്പോൾ കൂടുതൽ മീൻ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഇവിടെ ആദ്യം നോക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നല്ല കുറച്ച് താഴ്ച ഉള്ളത് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ നമ്മളെ ഉമ്മറിന് ഇവിടെ വീണ്ടും വേറെ എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട്, കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വരാലാണ്. അപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാലാണ് കേട്ടോ, ഒരു മീഡിയം സൈസ്. അപ്പോൾ അതിനൊരു കോരി വലയിലോട്ട് ഇട്ടിട്ടുണ്ട്, ആ ഒരു കൈ വലയിലോട്ട്. അതുപോലെ നമ്മളെ സിദ്ദിയാക്ക എന്തോ സിലോപ്പിയാണ്, നല്ലൊരു സിലോപ്പിയെ ആ ഒരു വല കൊണ്ട് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടായത് കൊണ്ടാണ് കാണുന്ന മീൻ ആ ഒരു വല കൊണ്ട് കോരിയാണ്, ബാക്കി കൈ കൊണ്ട് തപ്പിയിട്ടൊക്കെ ഇവർ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു സുഹൃത്ത് എന്തോ ഒന്ന് കണ്ട് സിദ്ദിയാക്കാനെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഉമ്മറിൻ്റെ കയ്യിൽ എന്തോ ഒന്ന് പിടിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇതിനെ മെല്ലെ ഇങ്ങനെ പൊക്കാനുള്ളൊരു ശ്രമത്തിലാണ്.
അതെ അതിനെ പൊക്കിയിട്ടുണ്ട്. നല്ലൊരു സൈസുള്ളൊരു വരാലാട്ടാ. അപ്പോൾ അവർ കൈ വലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ സിദ്ധിയാക്കി അവിടെ എന്തോ അത് വലയിലോട്ട് കയറ്റിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഒരു വരാലാട്ടോ. അപ്പോൾ അത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു വലയിലുള്ള മീനുമായിട്ട് നമ്മളെ സിദ്ധിയാക്കാതെ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ ആ കിട്ടിയിട്ടുള്ള മീനുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് മുകളിലെത്തി ആ ഒരു വല അത് ഇവിടെ കൊട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ല സൈസുള്ള ഒന്നും പിന്നെ ഒരു ഇടത്തരം സൈസുള്ളതും പിന്നെ ഒരു സിലോപ്പിയാണ്. അപ്പോൾ അത് സൈസുള്ള വരാൽ കാണാൻ നല്ല ലെങ്ത് ഉണ്ട്. അതുപോലെ ഒരു സിലോപ്പി, നല്ല അടിപൊളി ഒരു സിലോപ്പി കേട്ടാ. അപ്പോൾ അതൊക്കെ ആ ഒരു ബക്കറ്റിലോട്ട് ഇടുന്നുണ്ട്. പിടിച്ചിട്ടില്ലെങ്കിൽ അതെ അപ്പോൾ അപ്പം നല്ലൊരു കണ്ണ, നല്ല സൈസുള്ള ഒന്ന് ഇപ്പോൾ അത് കയറി. ഐഷ് അപ്പോൾ അത് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലുതാണ് ഇപ്പോൾ ഒന്ന് കയറിയത്. അപ്പോൾ അത് വല കൊണ്ട് ഇങ്ങനെ കോരിയാണ്, കോരി ഇങ്ങനെ വലയിലോട്ടാക്കാണ് കേട്ടോ കിട്ടുന്ന മീനുകളൊക്കെ. അപ്പോൾ അത് നമ്മളെ അബുവൊക്കെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പം കിട്ടിയ വേറൊരു വരാലിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പേര് കണ്ണൻ്റെ ഒക്കെ ഓരോ സൈസുകൾ. ഇത് കണ്ട എന്താ ഒക്കെ മുട്ടിന് മേലേക്ക് തുടക്കതാ തുടക്കപ്പോ ഈ ഒരു ലെങ്ത് വരുന്നുണ്ട്. 2 കിലോയുടെ മേപ്പെട്ട് 2.5 കിലോ സൈസ് വരുന്ന വരാലുകളാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ പോയിക്കണേ നല്ല ചൂടാണല്ല. അപ്പോൾ ഒരു വരാലത് കുറച്ച് കിട്ടി. അപ്പോൾ അതിനെ ലാസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ച് കയറിയ ഒരു കണ്ണ. അപ്പോൾ ഇതാണ് കേട്ടോ അത്. ഗൈസ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ പറ്റിയോണ്ട് എല്ലാവരും നല്ല രീതിയിൽ ആ ഒരു ചേറിലൊക്കെ തപ്പി നല്ല രീതിയിൽ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തട ഏകദേശം ഇപ്പോൾ മീൻപിടുത്തം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു തട ഉണ്ട്. അപ്പോൾ ഇനി ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇനി മറ്റേ ഒരു തടത്തിലോട്ട് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി അപ്പുറത്തെ സൈഡിൽ 2 തടങ്ങളുണ്ട്. അതിലൊന്ന് വലിയൊരു തടമാണ്, അതിലാണ് കംപ്ലീറ്റ് മീനുകളും ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഒരുവിധം മീനുകൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു തടത്തുനിന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത തടം എന്താ പാടെന്നറിയില്ല. അപ്പോൾ അത് എല്ലാവരും ഒരു അംഗം കഴിഞ്ഞത് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് പൊറാട്ടയും ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചത് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ആ ഒരു തടത്തിലാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളെ സിദ്ധിയാക്കത് ഇറങ്ങി ആ ഒരു താമരയുടെ ഇലയൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ അത് അവിടെ എന്തോ ഒരു വരാലുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വല കൊണ്ട് കോരി എടുത്തിട്ടുണ്ട്. നല്ലൊരു സൈസുള്ള ഒരു അടിപൊളി ഒരു വരാൽ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ ആ ഒരു കിട്ടിയ വരാലിനെ ആ ഒരു മോൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനിത് അതിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു വരാൽ. അപ്പോൾ എന്തായാലും ഷുവറായിട്ടൊരു 1.25-2 കിലോ സൈസ് വരുന്ന വെയിറ്റ് വരുന്നൊരു അടിപൊളി ഒരു വരാലാട്ടാ. അപ്പോൾ അതിനാ ഒരു കുടത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പിടിച്ച ഒരു തടത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കൊക്കുകൾ ഇറങ്ങിയിട്ട് അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അത് നല്ല രീതിയിൽ അവിടെ ഭക്ഷണം കഴിച്ച് കൊണ്ടിരിക്കുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും.
അതുപോലെ അതിന് തൊട്ടടുത്തുള്ള നമ്മളിപ്പോൾ പിടിക്കുന്ന ഈ ഒരു തടത്തിൽ താമരയുടെ ഇല കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് പേര് ഇവിടെ തപ്പുന്നുണ്ട്, മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ കുറച്ച് പേര് അവിടെ ആ ഒരു താമരയുടെ ഇല കാര്യങ്ങളൊക്കെ വെട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ ഈ ഒരു തടം വലിയ താഴ്ചയല്ല, മറ്റ് നമ്മളിപ്പോൾ ആദ്യം പിടിച്ച ഒരു തടത്തിനെ സംബന്ധിച്ച് അത്ര താഴ്ചയല്ല. അതുകൊണ്ട് ഇതിൽ ഫൂട്ട് വാൾവ് വെക്കാനുള്ളൊരു ഗ്യാപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സുഹൃത്തുക്കൾ മുക്കി, അതായത് ഇതിലുള്ള വെള്ളം ഒന്ന് വാരാൻ വേണ്ടിയിട്ട് മുക്കി വാർക്കുകയാണ് അവിടെ ഒരു കെട്ടിട്ടിട്ട്. അപ്പോൾ അങ്ങോട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു തടം വരുന്നുണ്ട്, നല്ല രീതിയിൽ അതിൽ മീനുകളുണ്ട്. അപ്പോൾ അവിടെ ഫുട്ട് വാൾവ് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തോട്ട് വെള്ളം ഊത്തൊഴിവാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ മീനുകൾ ഇങ്ങനെ എല്ലാവരും തപ്പി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഈ ഒരു തടത്തിൽ നിന്നുള്ള മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിൽ നമുക്കൊരു 3-4 സൈസുള്ള വരാലുകളെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ തടം സംബന്ധിച്ച് കുറച്ച് മീനുകൾ കുറവായിരുന്നു. കാരണം മീനുകൾ കംപ്ലീറ്റ് നമ്മൾ ഇനി പിടിക്കാൻ പോകുന്ന ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് 2 തടങ്ങൾ വരുന്നത്, ഒന്ന് ഈ ഒരു ഭാഗത്തും അതുപോലെ ഒന്ന് ആ ഒരു ഭാഗത്തുമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വലിയ തടത്തിലാണ് മെയിനായിട്ട് കംപ്ലീറ്റ് മീനും, ഈ കുഴിയിലുള്ള കംപ്ലീറ്റ് മീനും എല്ലാ പ്രാവശ്യം ഉണ്ടാവാറ്. അപ്പോൾ ഇതിൽ നമ്മളിത് എൻജിനും കാര്യങ്ങളൊക്കെ, അതായത് ഇതിലുള്ള വെള്ളം അടിച്ച് വാർക്കാൻ എൻജിൻ കാര്യമൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ സുഹൃത്തുക്കൾ. അപ്പോൾ ഈ ഒരു 2 തടത്തിൽ നിന്നുള്ള മീൻപിടുത്തം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഇതുവരെ നമ്മൾ പിടിച്ചിട്ടുള്ള മീനും അതുപോലെ ഇനി ഇതിൽ നിന്ന് പിടിക്കാനുള്ള മീനും ഒക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.